പ്രിയപ്പെട്ടവരെ, മഹാരാഷ്ട്രയിലേക്കൊന്ന് പോയി വരാം. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മഹായുതി സഖ്യം. സഖ്യത്തിലെ നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് നടക്കും. നിയമസഭാ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകും. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയ മഹാവികാസ് അഘാടി സഖ്യം ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ഇന്ന് ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കും. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിലെത്തി മഹാവികാസ് അഘാടിയെ തോൽപ്പിച്ച മഹായുതി സഖ്യത്തെ അധികാരത്തിലെത്തിയല്ലേ? ഒരു സംശയം, ഇത്തവണയും മുഖ്യമന്ത്രിയായിട്ട് വരിക ദേവേന്ദ്ര ഫഡ്നവിസ് ആയിരിക്കുമോ അതോ ഏക്നാഥ് ഷിൻഡെ ഒരവസരം കൂടി ചോദിക്കുമോ? രാധാകൃഷ്ണൻ, എന്താ രാധാകൃഷ്ണൻ്റെ ഒരു തോന്നൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗുഡ് മോർണിംഗ്. ഇതിൽ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് RSS നേതൃത്വത്തിൻ്റെ താല്പര്യം. അവർ ആ കാര്യം BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപത്തെ പോലെ RSS നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് ഏറ്റവും താഴെത്തട്ടിൽ RSS ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് മുന്നോട്ട് പോവുക മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ അതവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്നാഥ് സിംഗ് മുംബൈയിലേക്ക് വരുന്നത്. രാജ്നാഥ് സിംഗും മുതിർന്ന BJP നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടും. ശിവസേനയുടെ ഷിൻഡെ വിഭാഗവുമായിട്ട് ചർച്ച നടത്തും. നിലവിൽ ശിവസേന ഷിൻഡെ വിഭാഗം പ്രതീക്ഷിക്കുന്നതും അവർക്ക് താല്പര്യമുള്ളതും ഒരു തവണ കൂടി തങ്ങൾക്ക് അവസരം ലഭിക്കണം എന്നുള്ളതാണ്. നിലവിലുള്ള മന്ത്രിസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ജനകീയൻ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന് തുടർച്ച, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വോട്ടാണ് ജനങ്ങൾ നൽകിയത് എന്നാണ് അവരുടെ അവകാശവാദം. BJPക്ക് മുന്നിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലൊരു നിബന്ധന വയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഏതാണ്ട് 16 സീറ്റുകൾ മാത്രമാണ് ഭൂരിപക്ഷത്തിന് കുറവായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള ഒരു നിബന്ധന വയ്ക്കാൻ സാധിക്കില്ല. മറിച്ച് ഈ സഖ്യകക്ഷി രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദതന്ത്രങ്ങൾ അത് പയറ്റുകയാണ് ഇപ്പോൾ ശിവസേന ചെയ്യുന്നത്. ശിവസേനയും ഈ നാഗ്പൂരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ തീരുമാനം ഉണ്ടാകുന്നത്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കാനായിട്ട് സാധിക്കുക. ഇന്ന് ഈ നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നുണ്ട്. 3 പാർട്ടികളുടെയും നിയമസഭാ കക്ഷി യോഗം ചേരും. ആ നിയമസഭാ കക്ഷി യോഗം നിലവിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിശകലനം ചെയ്യും. അതിനുശേഷം സംയുക്ത നിയമസഭാ കക്ഷി യോഗം ചേരും. ആ നിയമസഭാ കക്ഷി യോഗം ആകുമ്പോഴേക്കും ഉഭയകക്ഷി ചർച്ചകൾക്ക് ഒടുവിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന ധാരണയുണ്ടാകും. ആ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 26-ന് മുമ്പ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യണം. ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 26-ാം തീയതിക്ക് മുമ്പായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറുപക്ഷത്ത് മഹാവികാസ് അഘാടിയെ സംബന്ധിച്ച് അവർ നനച്ചിരിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളോട് തന്നെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസിന്റെ AICCയുടെ ചുമതല ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവിശ്വസനീയമായിട്ടുള്ള തിരിച്ചടി എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കാരണം എന്താണ് എന്നത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ താല്പര്യമല്ല, അവരുടെ ചിന്തയല്ല ഈ രീതിയിൽ ജനവിധിയായിട്ട് വന്നിരിക്കുന്നത് എന്നാണ്. അങ്ങനെ 2 വിഭാഗവും ഫലം വന്നതിന് ശേഷവും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുകയാണ്. ഒരു ഭാഗത്ത് മന്ത്രിസഭ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് ഈ നിയമസഭാ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് തുടക്കമിടാനായിട്ടുള്ള ശ്രമങ്ങളുമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അങ്ങനെ നാടകീയത ഇപ്പോഴും മഹാരാഷ്ട്രയിൽ തുടരുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ ഏത് രീതിയിലാണ് അവരുടെ പരാതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യമുണ്ടായിരിക്കും. ഇന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകും. പ്രേക്ഷകരെ ഒന്ന് രാധാകൃഷ്ണൻ ഒരു നിമിഷം, ഞാൻ ആ കണക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 103 സീറ്റുകളാണ് അല്ലേ നഷ്ടപ്പെട്ടത് ഈ മഹാവികാസ് അഘാടിക്ക്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകൾ 153 മഹാവികാസ് അഘാടിക്ക്. മഹായുതി സഖ്യത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതാവട്ടെ 109, എനിക്ക് തോന്നുന്നു 109 സീറ്റുകളാണ് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ വലിയ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാവികാസ് അഘാടി 50 സീറ്റുകളിലേക്ക് ചുരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. അതുകൊണ്ട് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്, ഇത്രയും വലിയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഒരു സംശയം രാധാകൃഷ്ണൻ, നമ്മുടെ ശരത് പവാറിനെ പോലെയുള്ള വൻമരങ്ങളുടെ കാലം കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ പക്ഷം അവസാനിപ്പിക്കുകയാണോ അവരുടെ രാഷ്ട്രീയ ആധിപത്യം? ഇനി വരാൻ പോകുന്നത് അജിത് പവാറിൻ്റെയും ഈ ഏക്നാഥ് ഷിൻഡെയുടെയും ഒക്കെ കാലമാണോ? ബരാമതിയിലൊക്കെ വലിയ വിജയമാണ് നേടിയത്. 30 സീറ്റുകൾ ഒറ്റയ്ക്ക് ഈ
നമ്മുടെ അജിത് പവാർ പക്ഷം നേടി. 10 സീറ്റുകളിലേക്കാണ് ശരത് പവാറും സംഘവും ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ശരത് പവാർ എന്ന വൻമരം വീണോ? ആർ കെ നമുക്കൊപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ ഒരു ശബ്ദ തടസ്സമുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മഹാവികാസ് അഘാഡിക്ക് വലിയ പരാജയമാണ് അവിടെയുള്ളത്. ശരത് ക്ഷമിക്കണം, ആർ കെ എൻ്റെ ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ശരത് പവാർ പക്ഷം മൊത്തം വീണടിഞ്ഞിരിക്കുകയാണ്. മഹാവികാസ് അഘാഡി 50 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 234 സീറ്റുകളിലേക്ക് മഹായുതി സഖ്യം വളർന്നു. അതിൽ ശരത് പവാർ പക്ഷവും അവിടുത്തെ ഉദ്ധവ് താക്കറെ പക്ഷവും ഞങ്ങളാണ് യഥാർത്ഥ ശിവസേനയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരൊക്കെ താഴെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. വൻമരങ്ങൾ വീണോ യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയിൽ? തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഈ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയ വനവാസം അനിവാര്യമാക്കുന്ന ഒരു ജനതാൽപര്യം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന രീതിക്ക് ഉപരി വലിയ രീതിയിൽ പരസ്യ പ്രചരണങ്ങൾ, അതിലൊന്നും ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. മറിച്ച് താഴെത്തട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രചരണം, ആ പ്രചരണത്തോടൊപ്പം അവർ നിന്നു. ഒപ്പം പറ്റിയ തെറ്റ് തുറന്നു പറയാൻ പല മേഖലകളിലും ഈ വിഭാഗങ്ങൾ തയ്യാറാവുകയും തിരുത്താൻ, പ്രവർത്തകരെ അടക്കം അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തത് നേട്ടമായി എന്ന വിലയിരുത്തലും ഈ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ മഹായുതി സഖ്യത്തിൽ ആദ്യം വലിയ രീതിയിലുള്ള ഭിന്നത നിലനിന്നിരുന്നു. ഈ സീറ്റ് നിശ്ചയം അടക്കമുള്ള കാര്യങ്ങളിൽ ഭിന്നത നിലനിന്നിരുന്നു. പക്ഷേ സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന് ശേഷം ഒരു ഏകോപനം ഉണ്ടായി. ഈ താഴെത്തട്ടിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി തങ്ങളുടേതാണ് എന്ന ബോധ്യം എല്ലാ പാർട്ടികൾക്കും ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ മഹാവികാസ് അഘാഡിയിൽ പരസ്യമായിട്ട് ഐക്യം പ്രഖ്യാപിച്ചെങ്കിലും താഴെത്തട്ടിൽ ഐക്യം എത്തിക്കുന്നതിൽ അവർ വലിയ പരാജയമായി മാറി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിദർഭ അടക്കമുള്ള മേഖലകൾ. ശരത് പവാറിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളിലും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. താഴെത്തട്ടിൽ അതത് പാർട്ടികൾ, ആ മത്സരിക്കുന്ന പാർട്ടികൾ മാത്രം അവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. താഴെത്തട്ടിലേക്ക് ഐക്യം എത്തിക്കാൻ സാധിക്കാത്തത് തിരിച്ചടിയായി മാറി എന്ന് വേണം നമുക്ക് പ്രാഥമികമായിട്ട് നിരീക്ഷിക്കാൻ. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിശകലനം ചെയ്യും എന്ന് ഇതിനകം തന്നെ ഉദ്ധവ് താക്കറെ അടക്കം പറഞ്ഞിട്ടുണ്ട്. ശരത് പവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉള്ള ഏറ്റവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ വൈകാരികമായിട്ടുള്ള വാക്കുകളെ പോലും സ്വീകരിക്കാതെ അജിത് പവാർ പക്ഷത്തോടൊപ്പം നിൽക്കാനാണ് പല മണ്ഡലങ്ങളും തയ്യാറായത്. ഇത് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ. കാരണം ഈ രണ്ട് വിഭാഗങ്ങളിലെയും അംഗബലം വച്ച് നോക്കുമ്പോൾ അതിൽ മറുകണ്ഠം ചാടാനായിട്ടുള്ള സാധ്യത ഈ MLA-മാരുടെ കാര്യത്തിൽ അത് മാതൃപാർട്ടിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ചാടാനുള്ള സാധ്യത ഉണ്ടായാൽ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയായിരിക്കും മഹാവികാസ് അഘാഡിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഭീതിയും ഈ നേതൃത്വത്തിനുണ്ട്. ആർ കെ, എന്താ മഹാരാഷ്ട്രയിൽ നിന്ന് മടങ്ങുന്നത്? എനിക്കൊന്നും ബടാപ്പാവൊക്കെ കഴിച്ച് മടങ്ങണം. അവിടെ നമ്മുടെ ബടാപ്പാവ് വിറ്റിരുന്ന ഒരാൾ CPM സ്ഥാനാർത്ഥി വിജയിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി. പക്ഷേ അദ്ദേഹം വിജയിച്ചിട്ടും കാര്യമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം, അല്ലേ ആർ കെ? തീർച്ചയായിട്ടും ഈ അദ്ദേഹം ഒരു സീറ്റിലാണ് CPM-ന് നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ആ വിജയം ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും തിളക്കമാർന്നുള്ള ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഐക്യരൂപത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഞങ്ങൾ മടങ്ങുന്നത് ഇന്ന് രാത്രിയോടുകൂടി മടങ്ങണം എന്നാണ് കരുതുന്നത്. നിയമസഭാ കക്ഷി യോഗം അവസാനിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിക്ക് വണ്ടി കയറുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള അജണ്ട. ഓക്കെ, അപ്പോൾ കൃത്യമായ ഭൂരിപക്ഷം മഹായുതിക്ക് കൊടുത്ത് നമ്മളുടെ രാധാകൃഷ്ണനും സംഘവും ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങിയെത്തും. താങ്ക് യു. വടാപ്പാവൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് മടങ്ങുക രാധാകൃഷ്ണൻ. ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പേര് വിനോദ് നിക്കോളെ എന്നാണ് കേട്ടു. ദഹാനുവിൽ പാൽഘർ ജില്ലയിൽ ഈ വിനോദ് നിക്കോളെ ഏറ്റുമുട്ടിയത് BJP കാൻഡിഡേറ്റുമായിട്ടാണ്. അവിടെ 5133 വോട്ടിനാണ് വിനോദ് നിക്കോളെ വിജയിച്ചത്. അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വടാപ്പാവ് വിൽപ്പനക്കാരൻ കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.